ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇംഗ്ലീഷ് ഷൈൻ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വേർഡ്സുകളാണ് പഠിക്കാൻ പോകുന്നത്. പലർക്കും ആദ്യമേ അറിയാം, പക്ഷേ നമ്മൾ എഴുതുമ്പോഴും അതുപോലെ സംസാരിക്കുമ്പോഴും പലർക്കും സംശയമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ വേർഡാണ് എന്ത്? എവ്രിവെയർ. എന്താണ് എവ്രിവെയർ? എവ്രിവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും. ഒരു ഉദാഹരണം നോക്കാം കൂടെ. He has gone everywhere. He has gone everywhere. അവൻ എല്ലായിടത്തും പോയിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന എല്ലായിടത്തും അവൻ പോയിട്ടുണ്ട്. He has gone everywhere. He has gone everywhere. Okay. He has visited everywhere അല്ലെങ്കിൽ he has gone everywhere എന്നൊക്കെ പറയാം. ഇനി നമ്മുടെ രണ്ടാമത്തെ വേർഡ്സ് ആണ് somewhere, അതുപോലെ anywhere. somewhere എന്ന് പറഞ്ഞാലും എവിടെയോ എന്നാണ് അർത്ഥം, അതുപോലെ anywhere എന്ന് പറഞ്ഞാലും എവിടെയോ ആണ് അർത്ഥം. എന്താണ് വ്യത്യാസം? ഈ somewhere ഉപയോഗിക്കുന്നത് ഒരു പോസിറ്റീവ് സെന്റൻസിലാണ്, അതുപോലെ എനിവർ ഉപയോഗിക്കുന്നതാണ് നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസിലാണ്. നമുക്ക് ഉദാഹരണം നോക്കാം. സംവെയർ, എവിടെയോ. ഞാൻ നിങ്ങൾ ചോദിക്കാണ്, അവൻ എവിടെയാണ്? അവൻ എവിടെ പോയി? അവർ നിങ്ങൾ പറയാണ് അവൻ എവിടെയോ പോയി, അവൻ എവിടെയോ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടെയോ പോയി എന്ന് പറയാം. ഹി ഹാസ് ഗോൺ സംവെയർ. ഹി ഹാസ് ഗോൺ സംവെയർ. അവൻ എവിടെയോ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ നെഗറ്റീവ് എഴുതണം. എങ്ങനെ? അവൻ എവിടെയും പോയിട്ടില്ല, അവൻ എവിടെയും പോയിട്ടില്ല എന്ന് പറയണം. പറയാം. അപ്പം നമ്മൾ സംവെയർ ഉപയോഗിക്കരുത്, അവിടെ എനിവെയർ ആണ് ഉപയോഗിക്കേണ്ടത് നെഗറ്റീവിൽ. എന്താ പറയാം? ഹി ഹാസ് നോട്ട് ഗോൺ എനിവെയർ. അവൻ എവിടെയും പോയിട്ടില്ല. ഇനി നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ അവിടെ നമുക്ക് സംവെയർ ഉപയോഗിക്കാം, അതുപോലെ എനിവെയറും ഉപയോഗിക്കാം. അപ്പം ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ്, ഡിഡ് യു ഗോ എനിവെയർ? ഡിഡ് യു ഗോ എനിവെയർ യെസ്റ്റർഡേ? ഇന്നലെ നിങ്ങൾ എവിടെയെങ്കിലും പോയിരുന്നോ ചോദിക്കുകയാണ്. ഇന്നലെ നിങ്ങൾ എവിടെയെങ്കിലും പോയിരുന്നോ? ഡിഡ് യു ഗോ എനിവെയർ യെസ്റ്റർഡേ? ഇവിടെ നമുക്ക് എനിവെയർ ഇതിന് പകരം, ഈ ഒരു വേർഡിന് പകരം നമുക്ക് രണ്ട് ഉപയോഗിക്കാവുന്നതാണ്. എനിവെയർ ഉപയോഗിക്കാം, അതുപോലെ സംവെയർ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ് നമ്മൾ ചോദ്യം ഉണ്ടാക്കുമ്പോൾ, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ അവിടെ സംവെയർ ഉപയോഗിക്കാം, അതുപോലെ എനിവെയർ ഉപയോഗിക്കാം. പക്ഷെ നോർമൽ ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ അവിടെ പോസിറ്റീവ് ആണെങ്കിൽ സംവെയർ ഉപയോഗിക്കും, നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എനിവെയർ ഉപയോഗിക്കും. കേട്ടോ. ഡിഡ് യു ഗോ സംവെയർ യെസ്റ്റർഡേ? ഇന്നലെ നിങ്ങൾ എവിടെയെങ്കിലും പോയിരുന്നോ? എന്നായി. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസിന് ഇങ്ങനെ ഹി ഹാസ് നോട്ട് ഗോൺ എനിവെയർ, ഈ ഒരു സെൻറ്റൻസിനെ നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാൻ കഴിയും. അതെന്താണ്? നോവെയർ എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഉപയോഗിച്ചുകൊണ്ട്. എങ്ങനെ? ഹി ഹാസ് ഗോൺ നോവെയർ. ഹി ഹാസ് ഗോൺ നോവെയർ. അവൻ എവിടെയും പോയിട്ടില്ല. അപ്പോൾ അവൻ എവിടെയും പോയിട്ടില്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എനിവെയർ ഉപയോഗിക്കാം, അതുപോലെ നോവെയറും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എന്താണ് വ്യത്യാസം? വ്യത്യാസം സിമ്പിളാണ്. നമ്മൾ നോർമൽ ആയിട്ട് പറയാണ് അവൻ എവിടെയും പോയിട്ടില്ല എന്ന് പറയും, ഹി ഹാസ് നോട്ട് ഗോൺ എനിവെയർ. അതല്ല, നമുക്ക് ഉറപ്പോട് കൂടിയിട്ട് ഡോസ് കൂട്ടിയിട്ട് പറയണം, സ്ട്രോങ്ങോട് കൂടി പറയണം. അങ്ങനെ? അവൻ എവിടെയും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ നോവെയർ ഉപയോഗിക്കാം. ഹി ഹാസ് ഗോൺ നോവെയർ. നോവെയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡോസ് കൂടി സ്ട്രോങ് ആയി. ഓക്കെ, ഒന്ന് ഊന്നി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും, നോവെയർ ഉപയോഗിക്കും. നമ്മൾ നോർമലായിട്ട് പറയുമ്പോൾ നമ്മൾ എനിവെയർ ആണ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി അടുത്താണ് എവ്രിവെയർ എൽസ്. എവ്രിവെയർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും. പക്ഷേ എവ്രിവെയർ എൽസ് എന്ന് പറഞ്ഞാലോ വേറെ എല്ലായിടത്തും. ഉണ്ടോ? ഇവിടെ ഒരു വേറെ എന്ന് പറയുന്നൊരു വേർഡ് എക്സ്ട്രാ വന്നു, വേറെ എല്ലായിടത്തും. അപ്പോൾ ഞാൻ പറയാണ് ഹി ഹാസ് ഗോൺ എവ്രിവെയർ എൽസ്. അവൻ വേറെ എല്ലായിടത്തും അവൻ പോയിട്ടുണ്ട്, അവിടെ മാത്രം അവൻ പോയിട്ടില്ല. ഒരു 1-2 സ്ഥലം ഒഴികെ ബാക്കിയുള്ള എല്ലായിടത്തും അവൻ പോയിട്ടുണ്ട് എന്നായി. ഓക്കെ, അപ്പോൾ എവ്രിവെയർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും. പക്ഷേ എവ്രിവെയർ എൽസ് എന്ന് പറഞ്ഞാലോ വേറെ എല്ലായിടത്തും അവൻ പോയിട്ടുണ്ട്. ഈ ഒരു സ്ഥലം ഒഴികെ, ഈ ഒരു 1-2 സ്ഥലം ഒഴികെ ബാക്കി വരുന്ന അല്ലെങ്കിൽ വേറെയുള്ള എല്ലാ സ്ഥലത്തും അവൻ പോയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു അർത്ഥം. ഓക്കെ, നമ്മുടെ മീനിങ്ങിലും വ്യത്യാസം വരുന്നുണ്ട്. ഇനി അടുത്താണ് സംവെയർ എൽസ്. സംവെയർ എന്ന് പറഞ്ഞാൽ എവിടെയോ. പക്ഷെ സംവെയർ എൽസ് എന്ന് പറഞ്ഞാലോ വേറെ എവിടെയോ എന്നാണ്. വേറെ എവിടെയോ. അതുപോലെ എനിവെയർ എൽസ് എന്ന് പറഞ്ഞാലോ അതും സെയിം മീനിങ് ആണ്, വേറെ എവിടെയോ. എന്താണ് വ്യത്യാസം? സിമ്പിളാണ്. സംവെയർ എൽസ് പോസിറ്റീവിലാണ് വരിക, അതുപോലെ എനിവെയർ എൽസ് എവിടെ വരിക? നെഗറ്റീവ് സെന്റൻസിലാണ് വരിക. ഞാൻ പറയാണ് ഹി ഹാസ് ഗോൺ സംവെയർ എൽസ്. ഹി ഹാസ് ഗോൺ സംവെയർ എൽസ്. അവൻ വേറെ എവിടെയാണ് പോയത്. അവൻ അവിടെ നിന്നല്ല പോയത്, അവൻ അവിടെ അല്ല പോയത്, അവൻ വേറെ എവിടെയാണ് പോയത്. വേറെ എവിടെയോ എന്ന് പറയണമെങ്കിൽ നമുക്ക് സംവെയർ എൽസ് തന്നെ പറയേണ്ടി വരും. സംവെയർ എന്ന് പറഞ്ഞാൽ എവിടെയോ എന്നാണ്, പക്ഷെ സംവെയർ എൽസ് എന്ന് പറഞ്ഞാൽ വേറെ എവിടെയോ. ഹി ഹാസ് ഗോൺ സംവെയർ എൽസ്. അവൻ വേറെ എവിടെയാണ് പോയത്. ഞാൻ പറയണേ ഇന്നലെ അവൻ വേറെ എവിടെയാണ് പോയത്. ഇന്നലെ ഹി വെന്റ്
He went somewhere else yesterday. He went somewhere else yesterday. ഇന്നലെ അവൻ വേറെ എവിടെയാണ് പോയത്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് നോക്കാം. എങ്ങനെയാണ്? എനിവെയർ എൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെയുമാണ്. നെഗറ്റീവ് നോക്കാം. He has not gone anywhere else. He has not gone anywhere else. അവൻ വേറെ എവിടെയും പോയിട്ടില്ല. അവൻ വേറെ എവിടെയും പോയിട്ടില്ല. എവിടെയാണ് പോവേണ്ടത് അവിടെ മാത്രമേ പോയിട്ടുള്ളൂ, അല്ലാതെ വേറെ എവിടെയും പോയിട്ടില്ല. പറഞ്ഞ ആ സ്ഥലത്ത് മാത്രമേ അവൻ പോയിട്ടുള്ളൂ. അതുകൂടാതെ വേറെ എവിടെയും അവൻ പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ വേറെ എവിടെയും പോയിട്ടില്ല എന്ന് പറയണമെങ്കിൽ പറയാം he has not gone anywhere else. He has not gone anywhere else. ഓക്കെ, വേറെ എവിടെയും അവൻ പോയിട്ടില്ല എന്നായി. ഇനി അടുത്താണ് ഇതേ സെൻറ്റൻസിനെ നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാൻ കഴിയും. ഇങ്ങനെ രണ്ടാമത്തെ നെഗറ്റീവാണ് എന്ത്? നോവെയർ എൽസ്. നോവെയർ എൽസ് എന്ന് പറഞ്ഞാൽ വേറെ എവിടെയും അല്ല എന്നർത്ഥം. വേറെ എവിടെയും അല്ല. എങ്ങനെ? He has gone nowhere else. He has gone nowhere else എന്ന് വെച്ചാൽ അവൻ വേറെ എവിടെയും പോയിട്ടില്ല എന്നാണ്. ഓക്കെ, അവൻ വേറെ എവിടെയും പോയിട്ടില്ല. എവിടെയാണ് പോവേണ്ടത് അവിടെ മാത്രമേ പോയിട്ടുള്ളൂ, വേറെ എവിടെയും അവൻ പോയിട്ടില്ല എന്നായി. ഓക്കെ, ഇനി നിങ്ങൾ ഒരു 2-3 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അയക്കുക. ഓക്കെ, ആൻഡ് ഐ വിൽ ചെക്ക് ദാറ്റ്.